ഗൈസ് അങ്ങനെ നമ്മള് ഫ്രഷപ്പ് ആയിട്ടുണ്ട്, എല്ലാരും റെഡിയായി. ഇനി നമ്മൾ പോവാൻ പോകുന്ന എവിടെ? ഡാം, ബാനാസുര ഡാം. അപ്പൊ അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം വരുന്ന വഴിയിൽ എല്ലാ വീഡിയോസും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുപ്പ്. അമൽ ഗോകുലിനെ ഫോട്ടോ എടുക്കുന്നു, ബിജോയ് അവിടെ പോസ് കൊടുക്കുന്നു. എന്തടേ എടാ, നിന്നെ വീഡിയോ എടുക്കുന്നതിന് നീ എന്തിനാടാ ഷമ്മി കളിക്കുന്നേ? എടാ എന്തടാ നിനക്ക്, ചുമ്മാ നില്ലടാ ഇവിടെ. ഗായ്സ്, അപ്പോൾ നമ്മളൊരു ഡാമിലേക്കാണ് പോകുന്നത്. ഡാം ഏതാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പക്ഷേ ഈ ഡാമിൽ ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് മുമ്പ്. സ്കൂളിൽ പഠിച്ച ടൈം ടൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം മഴയില്ല, ഇനി പെയ്യുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഓഫീസിൽ വെച്ച് നമുക്ക് കുറച്ച് പണി ചെയ്യുന്നതല്ലേ മാനേജർ. അതുകൊണ്ട് ശ്രീരാജേട്ടന് നമ്മൾ ബാഗും കൊടുത്ത് അവിടെ നിർത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ ബ്രൗൺ ഷർട്ടാണ് മാനേജർ. ഡാമിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഫാമിലീസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് അടുത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാനാസുര സാഗർ ഡാമിലാണ്. ഏഷ്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് ഡാം എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം, അങ്ങോട്ട് പോകാം വാ. കാല് വെച്ചാൽ തീർന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കയറിയപ്പോഴേക്കും ഇവിടെ മഴ തുടങ്ങി. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് തിങ്സൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ റെയിൻകോട്ട് ഇടുമ്പോൾ അത് കാണാൻ സൂപ്പറാണ്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കൊറോണ കാലമാണ്. അങ്ങനെ നമ്മൾ ബാനാസുര ഡാമിലെത്തി. ഇവിടെ നല്ല കാറ്റുണ്ട്, അത്യാവശ്യം മഴയും ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാ നമ്മൾ മുടിയൊക്കെ പുറക്കുന്ന കണ്ട നല്ല വൈബായിട്ട്. ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാം, ഒരു രക്ഷയില്ല. ഗായ്സ്, അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റെയിൻകോട്ട് പടം നമ്മുടെ ടീം തന്നെയാണ്. അതിൽ ഫ്രണ്ടിൽ ഒരാൾ വരുന്നുണ്ട്, ഒരു വലിയ ആൾ, രാമേട്ടൻ. അതാണ് പുള്ളിക്കാരൻ്റെ ആർമിയാണ് അവർ. അപ്പോൾ ഇത് ഡാമിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ തന്നെ കാണാനൊക്കെ സൂപ്പർ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഫീൽ തോന്നും. നമ്മളിപ്പോൾ മേലിൽ ഡാമിൽ പോകാൻ വേണ്ടിയിട്ട് പടി കയറി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മേലിലെത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് പീക്കി ബ്ലൈൻഡേഴ്സിൽ എവിടെയോ ഒരു സ്ഥലം കണ്ടതുപോലെ ഒരു തോന്നൽ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഫാമിലീസ് ആയിരുന്നു. പിന്നെ കൊച്ചുകുട്ടികളുടെ റെയിൻകോട്ട് അത് സാധനം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ല. അപ്പോൾ ഫൈനലി ഇതാണ് ഗൈസ് ബാനാസുര സാഗർ ഡാം, ഏഷ്യ 2nd ലാർജസ്റ്റ് ഡാം എന്ന് പറയപ്പെടുന്ന ഡാം. ഈ ഡാം കെട്ടിയത് പണ്ട് ബ്രിട്ടീഷുകാരെന്നാണ്. ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കുമല്ലോ, കറക്റ്റ് ഹിസ്റ്ററി ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു വൈബ് കണ്ട കാണാൻ തന്നെ സൂപ്പറായിട്ട് കിടക്കണം. ആ വെതർ ഗൈസ്, മഴ ഉണ്ട്, നല്ല കാറ്റ്. ഇപ്പോൾ നമ്മൾ ഡാമിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി. ഇപ്പോൾ വണ്ടിയിൽ ബസ്സിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറകുന്ന് വരുന്നവരെയൊക്കെ നിങ്ങൾ കാണാം. പിന്നെ മഴ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ബസ്സിൽ പോയിട്ട് വേണം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് റിസോർട്ടിൽ പോകണം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഈ വെതറിൽ നിങ്ങൾ ഈ ചൂടോടെ ആ കോണൊക്കെ ഒന്ന് കഴിക്കണം, സെറ്റാണ്. പിന്നെ ബിജോയ് നീല കോട്ടൊക്കെ ഇട്ട് പി വാങ്ങാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ബിരിയാണി കഴിക്കാൻ കയറി. എല്ലാവരും അവിടെ നിൽപ്പുണ്ട്, നല്ല മഴയാണ്. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിൽ അവസാനം എത്തിയിരിക്കുകയാണ്. റൂമിലോട്ടാണ് പോകുന്നത്. റൂമൽ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തുടക്കത്തിൽ കയറുമ്പോൾ തന്നെയാണ് ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. കണ്ടോ? ഈ ബാഡ്മിൻ്റൺ കോർട്ട് കഴിഞ്ഞ് അവിടെ ഇരിക്കാനുള്ള 2 കസേര പോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഏതാ ഒരു വീട്, നല്ല വീട് തന്നെയാണ്, കണ്ടിട്ട് തോന്നുന്നു ഉള്ളിലേക്ക് പോവാം. പിന്നെ ഇവിടെ അതാ ഗ്രില്ല് ചെയ്യാനുള്ള, പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല, മഴയാണ്. എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ ചുറ്റിയൊക്കെ നോക്കി, കാണാനൊക്കെ കൊള്ളാം, വെതറൊക്കെ സൂപ്പറാണ്. എന്നിട്ട് വീട്ടിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇത് കണ്ടിട്ടൊക്കെ ഒരു പഴയ ഫീൽ അടിക്കുന്നു, ഒരു വിൻറ്റേജ് ടൈപ്പ് പോലെ അല്ലേ. പിന്നെ ഈ ഫ്ലവർ വേസൊക്കെ അങ്ങനെയൊക്കെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ആ ഫ്രണ്ടിൽ തന്നെ ക്യാരം ബോർഡുണ്ട്. പിന്നെ ഇവിടെ റൂംസൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പതിയെ നടന്ന് പയ്യെ പടികേറി നമ്മളൊക്കെ മേലിലാണ് കിടക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. ഇങ്ങനെ പടിയേറി മേലിലെത്തി. ഇവിടെ കുറച്ച് പേര് ഫോൺ വിളിക്കുന്നു, ഒരുത്തൻ ഡ്രസ്സ് മാറ്റുന്നു. പിന്നെ ഓരോരുത്തർ ഓരോ റൂമിലേക്കുണ്ട്. ഇവൻ വന്നായി, ഫോൺ വിളി തുടങ്ങിയായി, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്. ഈ പുറത്ത് ആ ഒരു വെതറും ഇന്ന് സെറ്റ് തന്നെ.
ചിലപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയത് മഴ ആയതുകൊണ്ടായിരിക്കാം. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് റൂം. ഇത് റൂം തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം, ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഗായ്സ്, അങ്ങനെ നമ്മൾ പൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പൂളിൽ വേറൊരു സ്ഥലത്തിലാണ് പൂള്, അതായത് കുറച്ച് തേരിയൊക്കെ കയറി പോകണം. അപ്പോൾ അവിടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പൂളിലൊക്കെ ഒരു കുളിയൊക്കെ കുളിച്ച് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഓൺ ദ വേ ആണ്. ഞാൻ കാണിച്ചു തരാം അങ്ങ് പൂള്. ഇവിടെ ഏത് വഴിയാടാ കയറിയാ നീയൊക്കെ? സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ എത്തി ഗൈസ്. ഫ്രണ്ടിൽ തന്നെ ആര്യേച്ചി ബെഞ്ചിലിരിപ്പുണ്ട്. ദാ എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. ബിജോയ്, ഗോകുൽ, പാർത്ഥിബ്, പ്രശാന്ത്, അമൽ, അഖിൽ എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും മാക്സിമം അവർ എൻജോയ് ചെയ്യാണ്. എല്ലാവരും ഓണാണ്, ട്രിപ്പ് ഓണാണ്, മൂഡ് ഓണാണ്, എല്ലാം ഓണാണ് അല്ലേടാ. പൂള് കണ്ടപ്പോൾ ഇവന്മാർ വെള്ളം കാണാത്തവന്മാരെ പോലെയാണ്. ഒരാളിയാ കുനിഞ്ഞിട്ട് എണീറ്റിട്ട് കുനി, എന്തൊക്കെ പറയണമെന്നൊരു പിടിയില്ല. നമുക്ക് ശ്വാസം മുട്ടാതെ ഇരിക്കാം. കണ്ട ഗൈസ്, അതായത് ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല, കാരണം ഇവിടെ കറണ്ട് ഇല്ല, ഫുൾ ഇരുട്ടാണ്. ഞാൻ എന്ത് കാണിച്ചു തന്നാലും ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം ഇവിടെ പവർ ഫെയിലിയർ ആണ്. ഇവിടെ ഫുൾ ചുറ്റും കണ്ട ഫുൾ ഇരുട്ടാണ്, ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല നൈറ്റ് ക്യാമ്പ് ഫയർ ഒന്നും നടത്താൻ പറ്റിയില്ല, ഫുൾ ടൈം മഴയായതുകൊണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യാനും അങ്ങനെ ഒന്നും സംഭവിക്കാനും പറ്റിയില്ല, മഴയല്ലേ. നമ്മൾ പിന്നെ ഇന്നലെ എല്ലാവരും നൈറ്റ് പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഒരു പാതിരാത്രിയായപ്പോൾ കിടന്നുറങ്ങി. എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 7:15 ഇപ്പോഴും ഇവിടെ മഴയാണ്. നല്ല സൂപ്പർ ക്ലൈമറ്റാണ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട ഗൈസ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല സൂപ്പർ ക്ലൈമറ്റാണ് ഇവിടെ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് യുവന്മാർ കയറി ഇരുന്ന് പൊട്ടിക്കണം. അത് ശരി, അവന്മാരും പിള്ളേരല്ലേ, കളിക്കട്ടെ. ഇനി കാപ്പി ടൈം. അങ്ങനെ രാവിലെ നമ്മൾ അസലായിട്ട് നല്ല കാപ്പിയൊക്കെ കുടിച്ചു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തിൽ പോവാം, അടുത്ത വീഡിയോയിൽ വരാം അത്.